ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് 27-ാവാണ് കേട്ടോ. അപ്പൊ 27-ാവിന്റെ പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞാന്. അപ്പൊ 27-ാവിന്റെ പലഹാരത്തിന് നെയ്യപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ നെയ്യപ്പത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് കേട്ടോ. ഒരു നൈറ്റ് ഫുള്ളായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിക്ക് നമുക്ക് കറുത്ത എള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏലക്കുണ്ട്. ഇത് വെള്ള എള്ളാണ് കേട്ടോ. പിന്നെ നമ്മളെ ശർക്കര, പിന്നെ നമ്മളെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഈ ഗോതമ്പ് പൊടി നമുക്ക് രണ്ടും കൂടി ഈക്വൽ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കണത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിന്റെ ശർക്കര ഇന്ന് ആദ്യം നമുക്ക് മെൽറ്റ് ചെയ്ത് വരട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ നമുക്ക് നോമ്പ് തുറക്കാനുള്ളതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നോമ്പ് തുറക്കാൻ ദോശയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അടുക്കളയ്ക്ക് പോയാലോ. അപ്പൊ ഞാൻ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഈസി കുക്കിലാണ് വെക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഏലക്ക ഇടുന്നുണ്ട്. അരച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ശർക്കരയൊക്കെ ഈസി കുക്കിലാണ് വെച്ചിട്ടുള്ളത്. ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ടോ. അപ്പോൾ ഞാൻ ഈ അരി ഇത് ചൂടോട് കൂടെ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരയൊന്നും വേണ്ട, കുറഞ്ഞൊരു തരികളൊക്കെ വേണം കേട്ടോ. ഇതിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനാണ്. നമ്മൾ അരച്ച അരിയും കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നന്നായി അരഞ്ഞിട്ട് ഇതിൽ കുറച്ചും കൂടി ശർക്കര വേണം കേട്ടോ. ശർക്കര വെള്ളം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇത് കുറച്ച് സമയം കൂട്ടി വെക്കാം കേട്ടോ. പക്ഷെ എനിക്ക് സമയം അത് കൂട്ടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടാം ട്രിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ പൊടി ശർക്കരയൊക്കെ നന്നായിട്ട് ഒന്നായിട്ടാ. ഇനി ഇതിന് കുറച്ച് ഉപ്പിട്ട് കേട്ടോ. ഇതിന് നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെള്ള എള്ളാണ് കേട്ടോ ഇടുന്നത്. കുറച്ച് കറുത്ത എള്ളാണ് കേട്ടോ. ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്യട്ടെ. ഇതിന് കുറച്ച് സമയമുള്ളൂ കേട്ടോ എനിക്ക് വെയിറ്റ് ചെയ്യണത്. അതപ്പോൾ ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്താണ് ഞാൻ അതിൽ കുറച്ച് സോഡാപ്പൊടി ഒഴിക്കണത്. ഒരു അരമണിക്കൂറൊക്കെ ഉള്ളൂ വെക്കാൻ എനിക്ക് ടൈമുള്ളൂ. അപ്പം ഞാൻ ദോശക്കുള്ള പച്ചരി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നെയ്യപ്പത്തിനും ദോശ കൂടി ഒന്നിച്ചാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ദോശ ചൂടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ചട്ടി അടുപ്പത്ത് വരെ ചൂടാവട്ടെ ചട്ടി. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നല്ലെണ്ണയിലാണ് കേട്ടോ ദോശ ചുട്ടെടുക്കണം. നമുക്ക് പെട്ടെന്ന് ചട്ടിയിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. ചട്ടിയിൽ നിന്നൊക്കെ വേഗം വിട്ടു പോരും കേട്ടോ ദോശ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ അത്താഴത്തിൻ്റെ ചോറും ഉണ്ടാക്കണം കേട്ടോ. കുക്കറിലാണ് ഇട്ടുന്നത്. അപ്പം ചോറ് ഞാൻ ഈസി കുക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ദോശയൊക്കെ റെഡിയായിട്ട് ഒരു ദോശ റെഡിയായി. അടുത്ത ദോശ ഒഴിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കാം കേട്ടോ. ദോശയിൽ തേങ്ങ ഒന്നും ഇട്ടില്ല കേട്ടോ. വെറുതെ അരി അരച്ചിട്ട് ഉപ്പിട്ടിട്ട് കലക്കിയതാണ് കേട്ടോ.
അപ്പം ഞാൻ ഈ കുറച്ച് ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കട്ടെ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ടോ. അതിലൂടെ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പം ചിക്കനൊക്കെ നന്നായി കഴുകിട്ടോ. ദോശ ഇടുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലത്തെ പണികളൊക്കെ എടുക്കാൻ കഴിയുമല്ലേ. കുറച്ച് സവാള അരിഞ്ഞെടുക്കണം. സാധാ സിമ്പിൾ കറി കേട്ടോ. ഞാനിവിടെ എപ്പോഴും ഇങ്ങനത്തെ കറിയാണ് കേട്ടോ ദോശയ്ക്കും പത്തിരിക്കൊക്കെ ഉണ്ടാക്കാറ്. സിമ്പിളായിട്ടില്ല കറി. ഇനി നമ്മൾ ചിക്കൻ കറി ഒന്ന് എടുക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ. സവാളയാണ് കേട്ടോ, എണ്ണയിൽ വഴറ്റിയിട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് തക്കാളി ഇടുകയാണ്, കറിവേപ്പില. എന്തെങ്കിലും ഒന്ന് മറക്കട്ടോ, കറിവേപ്പില ഇടാൻ മറന്നു പോയതാണ് കേട്ടോ ഞാൻ ഉള്ളി വാട്ടുമ്പോൾ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ. കുരുമുളക് പൊടി. ഇങ്ങനത്തെ കറി ഉണ്ടാകുമ്പോൾ എനിക്കിതിൽ ചിക്കൻ മസാല ഒന്നും ഇടാൻ ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ കറിയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി കുറച്ച് പൊട്ടാറ്റോ ഇടണം കേട്ടോ അതിൽ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ചിക്കൻ കറി. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിസിലടിക്കുക. ഉപ്പ് ഞാനിതിൽ സവാള വാട്ടുമ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കുറവാണെങ്കിലേ ഇടുള്ളൂ. അപ്പോൾ ഉപ്പച്ചി ഇവിടെ വത്തക്ക ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വത്തക്ക ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉപ്പച്ചി തന്നെയാണ് കേട്ടോ ജ്യൂസിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും പണിയൊക്കെ കേട്ടോ. അപ്പോൾ ഉപ്പച്ചി വേഗം ജ്യൂസൊക്കെ വേഗം ഉപ്പച്ചി തന്നെ ഉണ്ടാക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത്താഴത്തിൽ ചോറ് റെഡിയാക്കിട്ടോ. ചോറൊക്കെ റെഡിയായി. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ജ്യൂസിൻ്റെ പണിയൊക്കെ പിന്നെ എപ്പോഴും മോളപ്പച്ചി തന്നെ കേട്ടോ അധികം ഉണ്ടാക്കാറ്. അപ്പം ഞാൻ വേറെയുള്ള പണികളൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ അതാ കറിയൊക്കെ റെഡിയായി വന്നിട്ടോ. കറിയൊക്കെ ഇനി ഒന്ന് തിളച്ച് നമുക്ക് കുറച്ച് മല്ലി ഇലയിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇറക്കി വെച്ചാൽ മതി. അപ്പം കറി റെഡി ആയിട്ടോ. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയാണ് കേട്ടോ കറി. അടുത്തിനി നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ. അപ്പം ഇനി ഉണ്ടോ നമുക്ക് നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ചായ ഉണ്ടാക്കണ്ട കേട്ടോ. ചായ റെഡിയായി. നമുക്ക് അപ്പോഴേക്ക് നോമ്പ് തുറക്കേണ്ട സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ നെയ്യപ്പത്തിന് കൂട്ടിയ മാവൊക്കെയാണ് കേട്ടോ അത്. ഇതിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കൂട്ടിയത് കൊണ്ട് എങ്ങനെയാവുന്ന ഇപ്പം എനിക്കറിയില്ല. ഇപ്പം നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ.
അപ്പൊ നെയ്യപ്പത്തിന് വലിയ ഉഷാറൊന്നും കാണില്ല കേട്ടോ. നോക്കട്ടെ, ചുട്ട് നോക്കട്ടെ ഇനി. ആദ്യം ചുട്ട് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും വലിയതായിട്ട് നന്നായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതാ ഇനി രണ്ടാമത്തെ ചുട്ടെടുക്കാം കേട്ടോ. രണ്ടാമത്തെ എനിക്കിത് ശരിയായിട്ടില്ല കേട്ടോ. ഇത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് നെയ്യപ്പമായി വന്നിട്ടില്ല. അപ്പം ഇന്ന് നമ്മൾ 27 എല്ലാവരും വീട്ടിലും പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലേ? ഞങ്ങൾക്കൊരു കമൻറ്റ് ചെയ്യാൻ കേട്ടോ നിങ്ങൾ. അയ്യോ, എൻ്റെ നെയ്യപ്പം പണി പാളി കേട്ടോ. അപ്പം എനിക്കിനി നെയ്യപ്പം ശരിയാവില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നെയ്യപ്പം ഞാൻ വിചാരിച്ച പോലെ ആവണില്ല കേട്ടോ എനിക്ക്. ഇത് ഞാൻ കൂട്ടി വെക്കാൻ വൈകിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ട് ഉണ്ണിയപ്പം ചുടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കാരണം നെയ്യപ്പം ചുട്ടെടുക്കാൻ കഴിയണില്ല. ഇത് എനിക്കൊരു അബദ്ധമായി പോയി. നമ്മളെ പള്ളിയിലേക്കും കൊണ്ടുപോകണം. അപ്പം ഞാനിതാ പെട്ടെന്ന് ഇനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഉണ്ണിയപ്പത്തിൽ ഞാൻ തേങ്ങാക്കൊത്തൊക്കെ ഇടണം കേട്ടോ. പക്ഷെ അതിനൊന്നും ഇപ്പം എനിക്ക് ടൈമില്ല. പെട്ടെന്ന് ചുട്ടെടുക്കേണ്ട ആവശ്യമായതുകൊണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ശരിയാവുന്നുണ്ട് കേട്ടോ. ഉണ്ണിയപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ നെയ്യപ്പം പണി പാളി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇപ്പം എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ വിശേഷം ഉണ്ടായിട്ടുള്ളത്. ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ നെയ്യപ്പം ഉണ്ടാക്കാൻ ഒരുങ്ങിയ ഞാൻ ഉണ്ണിയപ്പത്തേക്ക് പോയിട്ടോ. അപ്പം മുളപ്പച്ച വന്നിട്ടോ ഞാൻ ചുട്ടോളാന്നൊക്കെ പറഞ്ഞിട്ട് മുളപ്പച്ച കേട്ടോ അപ്പം ചുട്ടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം. ഇങ്ങനെയൊക്കെ ആയിപ്പോയിട്ടോ. ഒരുപാട് പ്രതീക്ഷിക്കണം എന്നൊന്നും എനിക്ക് ഇങ്ങനെയൊക്കെ ആവും കേട്ടോ. അപ്പം മോളുണ്ട് കേട്ടോ ഇവിടെ. മോളെ സ്കൂളൊക്കെ പൂട്ടിയിട്ടില്ല കേട്ടോ. മോളെ സ്കൂളിൽ നാളെ കേട്ടോ പൂട്ടുന്നത്. അപ്പോൾ അതാ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ജ്യൂസൊക്കെ ഞാൻ ഗ്ലാസ്സിൽ ഒഴിക്കാം കേട്ടോ. റെഡിയല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനുള്ളത്. പച്ചരി അരച്ചിട്ടുള്ള ദോശ ഉണ്ട്, തണ്ണിമത്തനുണ്ട്, ഈത്തപ്പഴം ഉണ്ട്. തണ്ണിമത്തന്റെ ജ്യൂസാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. സിമ്പിൾ ചിക്കൻ കറി കേട്ടോ. പിന്നെ നമ്മളൊന്ന് ഉണ്ണിയപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്. നെയ്യപ്പം ഉണ്ടാക്കാൻ ഒരുങ്ങിട്ടോ. ആ നെയ്യപ്പം എനിക്ക് പാളിപ്പോയിട്ടോ. അപ്പൊ ഞാൻ നെയ്യപ്പം കുറച്ച് സമയം കൂട്ടി വെക്കേണ്ടതായിരുന്നു. അപ്പൊ അതൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് അരി അരച്ചിട്ട് കൂട്ടി. അപ്പൊ എനിക്ക് നെയ്യപ്പം ശരിയായില്ല കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിട്ടോ. അപ്പൊ ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ. നമ്മൾ 27 മധുര പലഹാരമൊക്കെ ഉണ്ടാക്കണല്ലോ. അപ്പൊ അതിനുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ നോമ്പ് തുറക്കുക. അപ്പൊ വാങ്ങ കൊടുക്കാനായിട്ടോ. അപ്പൊ ഇനി ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പൊ ഞാൻ പള്ളിക്ക് കൊണ്ടുപോകാനുള്ള അപ്പം വേറെ എടുത്ത് വെക്കാണ്ടോ ഉണ്ണിയപ്പം. അപ്പൊ ആ വാങ്ങ കൊടുത്തിട്ടോ. ഞങ്ങൾ ഇന്ന് കാരക്ക കൊണ്ടാട്ടോ, അല്ല കാരക്കല്ല സോറി, ഈത്തപ്പഴം കൊണ്ടാട്ടോ നോമ്പ് തുറക്കണത്.
ഇപ്പൊ ബാങ്ക് കൊടുത്തു, ഞങ്ങൾ നോമ്പ് തുറന്നു. അപ്പൊ അതാ നമ്മളെ ഉണ്ണിയപ്പം ഉഷാറായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ആരെടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നെയ്യപ്പം കേട്ടോ ശരിയാവാതിരുന്നത്. എന്നാലും ആദ്യം ഞാൻ ഉണ്ടാക്കിയൊരു നെയ്യപ്പം കുഴപ്പം ഉണ്ടായില്ല കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ ചുട്ടെടുക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ എനിക്ക് 2 പാർന്നപ്പോ അത് ശരിയാവില്ല കേട്ടോ. ഈ മോൾക്ക് ദോശ മതിയാണ്ട് ഞാൻ ദോശയും കറിയും കൊടുക്കാം കേട്ടോ മോക്ക്. അപ്പൊ ഇതാട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കിയ നെയ്യപ്പം. അത് എനിക്ക് വലിയ പ്രശ്നം വന്നില്ല കേട്ടോ. പിന്നുള്ള നെയ്യപ്പം ഒന്നും എനിക്കത് പാർന്നിട്ട് പൊന്തിയില്ല കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങനെയാണ് കേട്ടോ ഉണ്ണിയപ്പാക്കിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ, അസ്സലാമലൈക്കും.